ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തി വയ്ക്കുക. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഉറക്കെല്ലാം എണീച്ചിട്ട് ഇങ്ങനെ മുടിയെല്ലാം വാരി ചുറ്റി പറിച്ച് അവിടെ കെട്ടി വെക്കുന്നുണ്ട്. ഞാൻ എണീച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ലച്ചൂട്ടി അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങിക്കോട്ടെ, ഓളറമാതിച്ച് അങ്ങ് ഉറങ്ങട്ടെ. ഞാനപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് ഇത്ര നേരം വരുന്നവരെ ഉറങ്ങുന്നത്. എണീച്ച പാട് വേറെ പരിപാടികളൊന്നുമില്ല. ചായയും എല്ലാം അമ്മയും ഏട്ടത്തിലും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല്ലേച്ചിട്ട് വരാം. അപ്പോൾ നല്ല ദോശയും ചമ്മന്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മുണങ്ങാം, വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. അവരാക്കിയത് ഞാൻ പല്ലും മൂടെല്ലാം തേച്ച് വന്നു കൈ ചായ കുടിക്കൽ തുടങ്ങി. അവൾ ലച്ചുട്ടി ഇതുവരെ എണീച്ചിട്ടില്ല. പക്ഷേ ഇച്ചു കൊണ്ട് നടന്ന് കറങ്ങുന്നു. ഇച്ചു ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഏട്ടൻ്റെ മോളാന്ന് ടയിച്ചു. അപ്പോൾ ഏട്ടത്തിന് ചായയെല്ലാം കുടിച്ച് പണിക്കെല്ലാം പോകാൻ വേണ്ടി റെഡിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഏട്ടത്തി ജോലിക്ക് പോകാനെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓള് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഓള് നേരെ സ്ഥലം വിട്ടു. ആ സങ്കടം ഇപ്പം കാണാം. എൻ്റെ ഇച്ചാപ്പൂനെ കണ്ടു ഗൈസ്, രാവിലെ തന്നെ കരയുന്നുണ്ട് ഗൈസ്. ഇച്ചുവിന് മൈലാഞ്ചി കാണിച്ചെടുത്ത ഗായ്സിന് കാണിക്കുക. ഇച്ചുവിൻ്റെ മൈലാഞ്ചി കണ്ടോ? ഞങ്ങൾ സുന്ദരിയായത് കണ്ടോ ഗൈസ്. അങ്ങനെ എല്ലാവരും പോയി ഗൈസ്. ഞാൻ ഇഷും ഉറങ്ങലാന്ന് കേട്ടാ. ഉറങ്ങാല് ഞാൻ ഇച്ചാപ്പ് ഉറങ്ങട്ടെ. അങ്ങനെ ലച്ചുവിനെ ഉറക്കാൻ നോക്കുമ്പോൾ ലച്ചോട്ട് എണീച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ രണ്ടാളും കളിയായി, പിന്നെ പിടിച്ചാൽ കിട്ടില്ല. രണ്ടാളും എണീച്ചാൽ പിന്നെ ഒരാൾ ഉറങ്ങിയാലേ ഒരാൾ ഉറങ്ങും, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ലച്ചുവിനെ എണീപ്പിച്ച് പല്ലെല്ലാം തേച്ച് ചായയെല്ലാം കുടിപ്പിച്ച് ലച്ചുവിനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് കയറി. അങ്ങനെ അവരെ പരിപാടിയെല്ലാം കഴിയുമ്പോൾ തന്നെ 11:30 ആയിനി. അപ്പോൾ വിചാരിച്ച ഒരു ഗ്ലാസ് ചായയെല്ലാം വെച്ച് കുടിക്കാമെന്ന്. രാവിലെ തന്നെ ഒരു കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ ആ ദിവസം അത്ര രസം ഉണ്ടാവില്ല. അങ്ങനെ രാവിലെ കട്ടൻ ചായ കുടിച്ചാൽ ഒരു 11:30 എല്ലാം ആകുമ്പോൾ നമ്മൾ പാൽ ചായ എല്ലാം വെച്ച് ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന് കുടിക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏട്ടത്തി ജോലിക്ക് പോകുന്നതുകൊണ്ട് ഓളുണ്ടാവില്ല. ഇപ്പോൾ അമ്മയും ഞാനും പിള്ളേർ മാത്രമേ ഉള്ളൂ. ജോലിക്കെല്ലാം പോയവർ ജോലിയെല്ലാം ചെയ്യട്ടെ. നമുക്ക് പിന്നെ വേറെ വീട്ടിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ചായ വെച്ച് കുടിക്കുക, ചോറ് വെക്കുക, അത് തിന്നുക, അങ്ങനത്തെ പരിപാടിയെല്ലാം എൻ്റെ ഇടക്ക്. ആ സമയത്ത് എൻ്റെ മാമി വിളിച്ചിട്ടുണ്ടായിട്ട് അപ്പം ഞാൻ ലച്ചു അവരോട് ഫോണിൽ വർത്താനം പറഞ്ഞുകൊണ്ട് എനിക്ക് കൊണ്ട് തരുത്താന്ന് ഫോണ്. രണ്ടാളെ നോക്കി നിൽക്കുന്നത് ഭയങ്കര ഒരു പരിപാടിയാണ്. ഒരാൾക്ക് ദാഹിച്ചാൽ മറ്റാൾക്ക് ദാഹിക്കും, ഒരാൾക്ക് ഉറക്കം വന്നാൽ മറ്റാൾക്ക് ഉറക്കം വരും, ഒരാൾക്ക് വിശന്നാൽ പിന്നെ ഒരാൾക്ക് ഉറക്കം വരും. അങ്ങനത്തെ പരിപാടിയാണ്. നല്ല രസമാണ്, സമയം പോകുന്നതേ അറിയില്ല. കുളിച്ചെല്ലാം വന്നിട്ട് ആ ചൂട് ചായ എടുക്കുമ്പോൾ വീണ്ടും ചൂട് തന്നെ. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് തിന്നിട്ട് പുറത്തെല്ലാം അടങ്ങി പോയാൽ ഭയങ്കര ഇതാണ് കേട്ടോ. കുറച്ച് സമയം വിശന്നിരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. പണ്ടെല്ലാം എത്ര സമയം വേണമെങ്കിലും വിശന്നിരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ തന്നെ അതിൻ്റെ പേടെ പോയാലും എനിക്ക് വിശന്നിരിക്കാൻ പറ്റുന്നില്ല. സമയമാകുമ്പോൾ ചായ എന്തെങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ തലകറങ്ങി വീട് പോവും. അങ്ങനത്തെ അവസ്ഥയാണ് എനിക്ക് ഉണ്ടാകൽ. അത് കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് ചോറ് വെന്താന്ന് നോക്കാൻ വേണ്ടി പോയി. ചോറ് ഇപ്പം നമ്മൾ പുറത്താണ് കേട്ടോ വെക്കുന്നത്, അകത്ത് ചോറ് വെക്കുകയില്ല. ചോറ് പുറത്ത് അടുപ്പത്ത് വെച്ചിട്ട് അവിടെ തന്നെ വാർത്ത് തണിയുമ്പോൾ എടുത്ത് അകത്ത് വരുത്താണ്. നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്താണ് നമ്മൾ വീട് കുറച്ച് പണിയെല്ലാം എടുത്ത റൂമെല്ലാം കൂട്ടിയെടുത്തത്. ആ സമയത്ത് നമ്മൾ ചോറെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു കൂട പോലെ കെട്ടിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ തന്നെയാണ് ഇപ്പോൾ ചോറ് വെക്കൽ. അടുപ്പ് അകത്തേക്ക് മാറ്റിയിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും മാത്രമേ അകത്ത് ചെയ്യലുള്ളൂ. ചോറ് ഇപ്പം പുറത്ത് തന്നെയാണ് വെക്കൽ. ഞാൻ ചോറെല്ലാം വാർത്ത് വരുമ്പോൾ അമ്മ കറി വെക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മക്ക് തേങ്ങയെല്ലാം ചിരണ്ടി കൊടുക്കാമെന്ന് വെച്ച് തേങ്ങയെല്ലാം ചിരണ്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലച്ചൂട്ടി ഓരോ പരാതികളായിട്ട് വരുന്നുണ്ട്. ഓളെന്നെ അടിച്ചു, ഓളെന്നെ മാന്തി, ഓളെന്നെ നുള്ളി എന്നെല്ലാം പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അവരെ പരിഹരിക്കാൻ തന്നെ ഒരാൾ വേണം. കണ്ണ് തെറ്റിയാൽ രണ്ടും കൂടി അടിയാണ്. തേങ്ങയും ചിരണ്ടി കൊടുത്തിട്ട് ഞാൻ നേരെ ഇച്ചുവിനെ ഉറക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരാൾ ഉറങ്ങിയാൽ പിന്നെ ഒരാളല്ലേ നോക്കണ്ടു, അത്രയ്ക്കും സമാധാനം എന്നില്ലേ. ഇച്ചു എണീക്കുമ്പോൾ പിന്നെ വീണ്ടും ലച്ചുവിനെ കൊണ്ട് ഉറക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരാളെ ഉറക്കിയിട്ട് ഒരാളെയും കൊണ്ടിങ്ങനെ നടക്കലാണ്. മീൻകറി വെക്കാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ എന്തെങ്കിലും വറവിന് എന്തെങ്കിലും ഉണ്ടോ പറമ്പത്ത് നോക്കുന്നതിന് തന്നെ പറമ്പത്തേക്ക് കിട്ടപ്പോൾ കുറച്ച് കോവക്ക വറക്കാൻ വേണ്ടി മാത്രം പറിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നോക്കി. വെയിലായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഇന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രം പറിച്ചെടുത്തു.
അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ആവശ്യത്തിന് മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ, കുറേയൊന്നും പറിച്ചിട്ടില്ല. വെറുതെ പറിച്ച് വെച്ചിട്ട് കേടാക്കണ്ടല്ലോ, അതുകൊണ്ട് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ പറിച്ചിട്ടുള്ളൂ. വഴുതനങ്ങയെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. നല്ല വഴുതനങ്ങയും 2-3 തരം വഴുതനങ്ങയുണ്ട് കേട്ടോ. അത് വയലറ്റ് കളറും ഇത് ഗ്രീനും. ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു സൈഡ് വശം. അപ്പോൾ ഇവിടെ പശുവിൻ്റെ ആലയെല്ലാം ഉണ്ട്. ആല വളമെല്ലാം പച്ചക്കറിക്ക് ഇടുക നമ്മൾ. ആല വള എല്ലാം ഇടുന്നതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന. ഒന്നും തരാനൊന്നും വന്നേല്ല, സുന്ദരീനെ കാണാൻ വന്നതാ. പപ്പങ്കായെല്ലാം ഇങ്ങനെ വീണ് നിൽക്കുന്ന വേണ്ട. നല്ല അടിപൊളി നല്ല മധുരമുള്ള പപ്പയേനു, പക്ഷേ വീണ് പോയി വെയിറ്റ് കാരണം. കുറേ വെയിലുണ്ടായിരുന്നു, എല്ലാം കളഞ്ഞ്. കുറച്ച് പറിച്ചിട്ടിട കൊണ്ടുവച്ചിന് ആവശ്യമില്ലാണ്ട്. അങ്ങനെ അതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് കോവക്ക വറവും മീൻകറിയും ആക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തല്ലോ പറയുന്നുണ്ടാകുന്നു. ഞാൻ അമ്മേനോട് എന്തോ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം വെക്കുന്നത്. ഈ കറിയെല്ലാം വെച്ചിട്ടാകുമ്പോൾ ഒരാൾ എണീച്ചാൽ പിന്നെ രണ്ടാൾക്കും കൂടി ഒന്നിച്ച് ചോറെല്ലാം കൊടുത്ത് പിന്നെ ലച്ചുവിനെ ഉറക്കാമല്ലോ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പരിപാടി. കുളിയെല്ലാം കഴിഞ്ഞ് തലേന്ന് തോർത്ത് വരെ വെച്ചിട്ടില്ല, കാരണം അതിന് നിന്നാൽ ഇവിടെ ബാക്കി കാര്യങ്ങൾക്ക് നേരം പോകും. കറക്റ്റ് സമയം അടുക്കളയിലെ പണി കഴിയുമ്പോൾ തന്നെ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾക്ക് ചോറ് കൊടുത്തിട്ട് ലച്ചുവിനെ ഉറക്കാനാണ് ഇനി എൻ്റെ അടുത്ത പരിപാടി. അപ്പോൾ പിന്നെ ഇച്ചുവിനെ മാത്രം നോക്കിയാൽ മതിയല്ലോ, രണ്ടാളെ ഒന്നിച്ച് നോക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം എനിക്കില്ല. രണ്ടും കൂടി അടി പൂരടി. ഞാൻ പറയുന്ന കഥകൾ ലോകത്ത് ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. അത്രക്കും വലിയ കഥകളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. കഥയിൽ ചോദ്യമില്ല എന്ന് വെറുതെ അല്ല പറഞ്ഞത്. ഞങ്ങൾ ചോദിക്കുന്ന ഓരോ കഥകൾക്കും അവർ അതിനേക്കാളും വലിയ ചോദ്യങ്ങളാണ് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നുള്ളത്. അതിന് ഉത്തരം പറയാനുള്ള ശേഷി എനിക്കില്ല. എങ്ങനെയല്ലോ പറഞ്ഞ് സോപ്പിട്ട് ഞാൻ ചോറ് കൊടുത്ത് രണ്ടാൾക്ക് ചോറും കൊടുത്തിട്ട് ഞാൻ നേരെ ലച്ചുവിനെയും കൊണ്ട് ഉറക്കാൻ പോയി. അപ്പോൾ ഓൾ ഉറങ്ങിയതിന് ശേഷം ഞാനും വന്ന് നല്ല അടിപൊളി സമാധാനപരമായി ചോറ് തിന്ന്. ആ സമയം ഈച്ചും അമ്മയും അപ്പുറത്തുനിന്ന് കളിക്കലാണ്. അപ്പോൾ ചോറ് തിന്നാനുള്ള സമയം എനിക്കോൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പറമ്പത്തുനിന്ന് പറിച്ച കോവയ്ക്കയും പച്ചക്കറിയെല്ലാം കൂട്ടി തിന്നാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ഈ ടേബിളിൽ പരിഷ്കാരിയായിട്ട് തിന്നുമ്പോൾ എനിക്കൊരു സുഖം കിട്ടില്ല. അപ്പം ഞാൻ എപ്പം വീട്ടിലെങ്ങനെയാണോ തിന്നുന്നത് അതുപോലെ നേരെ കയ്യിൽ ചോറും പിടിച്ചിട്ട് തിന്നലാണ്. ഇനി എപ്പോൾ ഏട്ടൻ വായിക്ക് പറയും കേട്ടോ, ടേബിളും കാര്യങ്ങളെല്ലാം ഉണ്ടായാലും ഇങ്ങനെ തന്നെ തിന്നു. പക്ഷേ അതിൻ്റെ ഒരു സുഖം നമുക്കേ അറിയൂ. ദയിച്ചു അമ്മമ്മേനെ പറ്റിച്ച് വന്നിട്ടുണ്ട്. ഓക്ക് അമ്മമ്മേൻ്റെ അടുത്ത് നിൽക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ഇനി ഒരു 4 മണി വരെ ഞാനും ഓളെ ഇങ്ങനെ ഓരോന്ന് കളിച്ചും ചിരിച്ചും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി ഫോൺ എടുക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷം ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം.